ബേസ് വേരിയൻറ്റ് തന്നെ സ്കോഡ ഇത്രയും ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനും ടോപ്പ് വേരിയൻറ്റ് യൂസ് ചെയ്യണം? അപ്പോൾ ഈ കാണുന്നതാണ് 2026 സ്കോഡ കുഷാക്ക് ഫേസ് ലിഫ്റ്റ്. അപ്പോൾ ഈ ഫേസ് ലിഫ്റ്റിൻ്റെ പ്രത്യേകത, പല കമ്പനികളും ടോപ്പ് വേരിയൻറ്റിൽ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫീച്ചേഴ്സ് സ്കോഡ ആസ് സ്റ്റാൻഡേർഡ് ബേസ് മോഡലിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബേസ് മോഡൽ കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല ഇത് ബേസ് മോഡലാണെന്ന്. കാരണം ഇതിൻ്റെ ബേസ് മോഡൽ മുതൽ തന്നെ ഫുള്ളി LED ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്, LED ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, ബോഡി കളേർഡ് മിറേഴ്സ് വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ കണക്റ്റഡ് LED ടെയിൽ ലാംപ്സ് ഉണ്ട്, സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, പിന്നെ റിയർ വൈപ്പേഴ്സ് ആൻഡ് ഡിഫോഗേഴ്സ് ഉണ്ട്, പിന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ മോഡലിൻ്റെ അലോയ് വീൽസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസിക് പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ ബേസ് വേരിയൻറ്റിൽ വരുന്നത് ഒരു 16 ഇഞ്ച് അലുമിനിയം ഫിനിഷ് അലോയ് വീലാണ് വരുന്നത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബേസ് മോഡൽ മുതൽ തന്നെ സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ സാധാരണ ബേസ് വേരിയൻസിൽ കാണാത്തൊരു സെറ്റപ്പാണ് ഈ റൂഫ് റെയിൽസ്. ഇതിനകത്ത് ഭയങ്കര ഫംഗ്ഷനിലുമാണ്, അതുപോലെ തന്നെ മൊത്തത്തിലുള്ളൊരു പ്രപ്പോർഷൻസിനൊന്ന് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റീരിയറിലെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വന്നാലും സ്കോഡ അവിടെ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ആഡിക്വേറ്റ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അപ്പ് മാർക്കറ്റ് ഫീൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓട്ടോ ഡീമിങ് IRVM വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. വയർഡ് ആണെങ്കിലും ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ അവൈലബിൾ ആണ്. പിന്നെ ഈ ബേസ് വേരിയൻറ്റിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഫീച്ചറാണ് ഈ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല്. ഇതിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഫംഗ്ഷൻ വരുന്നുണ്ട്, കോൾ ഫംഗ്ഷൻസ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോളിൻ്റെ ഫംഗ്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ MID ടോഗിൾ ബട്ടൺസ് വരുന്നുണ്ട്. ഇങ്ങനെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ബേസ് മോഡൽ മുതൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഹൈലൈറ്റ് ചെയ്ത് വരേണ്ട മറ്റൊരു കാര്യമാണ്, എല്ലാ സീറ്റിനും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിയർ AC വെൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിലെ മെയിൻ കാര്യങ്ങൾ. ഇനിയിപ്പോൾ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സ്കോഡ വോക്സ്വാഗൺ ലൈനപ്പിൽ ഓൾറെഡി പ്രൂവ് ചെയ്തൊരു എഞ്ചിനാണിത്. 1 ലിറ്റർ TSI 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, 148 bhp പവറും 178 Nm ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ 1.5 ലിറ്റർ എഞ്ചിൻ ഇതിനകത്ത് വരുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഹയർ വേരിയൻസിലേക്ക് പോകേണ്ടി വരും. പിന്നെ സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്ലോബൽ അൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗും വരുന്നുണ്ട്. ഈ ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം ഏറ്റവും വലിയ ടോക്കിംഗ് പോയിന്റ് തന്നെ ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. 10.69 lakhs ആണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരു 12 ലക്ഷത്തിന് താഴെ തന്നെ നമുക്ക് ഇത് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഈ ബേസ് വേരിയൻറ്റ് തന്നെ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഒരു വാല്യൂ ഫോർ മണി ഡീൽ തന്നെയാണ്. അപ്പോൾ അണ്ടർ 12 lakhs വണ്ടി നോക്കുന്നവർക്ക് സ്കോഡ കുഷാക്കിൻ്റെ ബേസ് വേരിയൻറ്റ് എന്തായാലും കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം അത്രയും ഫീച്ചർ റിച്ച് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്കോഡ കുഷാക്ക് ബേസ് വേരിയൻറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് വീഡിയോ ആണ്, വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക.